ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ 3200 രൂപ വരെ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് 2 ഗഡുക്കളായിരിക്കും ഈ ജനുവരി മാസത്തിൽ എത്തിച്ചേരുക. 2024 സർക്കാർ 2 ഗഡു വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. അതിൽ ഒരു ഗഡു ഓണത്തിന് വിതരണം ചെയ്തു. ശേഷിക്കുന്ന ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി തന്നെ ഈ വിതരണം ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഈ ജനുവരി മാസത്തിൽ 3200 രൂപ വീതം ലഭിക്കാനാണ് സാധ്യത. 20-നും 30-നും ഇടയിലായാണ് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. ഇനി 4 മാസത്തെ പെൻഷൻ തുകയാണ് അവശേഷിക്കുന്നത്. അതിൽ ഒരു ഗഡു ഈ ജനുവരി മാസത്തിൽ തന്നെ വിതരണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്തെന്ന് വെച്ചാൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് അവരുടെ സാക്ഷ്യപത്ര സമർപ്പണം ചെയ്യേണ്ടതുണ്ട്. വിധവാ പെൻഷൻ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപേക്ഷ നൽകിയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത കോപ്പിയും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവയുമായി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടുചെന്നാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് സാക്ഷ്യപത്ര സമർപ്പണവുമായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി പെൻഷൻ തുക കൈകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഫേസ് മസ്റ്ററിങ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ തുക വീടുകളിൽ എത്തിച്ചു നൽകുക. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്കുള്ള പെൻഷൻ തുക നൽകുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.